അയ്യേ ഇതെന്ത് സാധന ഇങ്ങനെ നിങ്ങൾ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവുന്ന എനിക്കറിയാം. കുറച്ച് പേർക്കെങ്കിലും ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് മുളകൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കാം. അതിനകത്ത് കുറച്ച് ഉപ്പിടുക, മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് കറിവേപ്പില ഇടുക, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇടുക, നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മിക്സ് തയ്യാറാക്കണം. അതിനുശേഷം നന്നായിട്ട് ഇതിനകത്തോട്ട് ഈ മിക്സ് നമ്മൾ ഇതൊരു 20 മിനിറ്റ് നമ്മൾ വെച്ചതിന് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിന്റെ കലാപരിപാടികളൊക്കെ ആരംഭിക്കും. ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ചൂടാക്കാനും വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഇത് നമ്മൾ ആവി കയറ്റി എടുക്കണം. അതേ ഒട്ടും പൊട്ടിപ്പോവാതെ ഇത് വെച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി അത് നന്നായിട്ട് വെന്ത് വന്നിട്ടാട്ടോ ഇത് ഇങ്ങനെ ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിക്കണ്ട എല്ലാം അകത്തോട്ട് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മുറിച്ച് കൊടുക്കണം കേട്ടോ. ഏറ്റവും കുഞ്ഞായിട്ട് മുറിക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഈ സമയത്ത് ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഉലുവയും പിന്നെ സവോളയും പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് തക്കാളി ഇട്ട് അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ എന്തൊക്കെ ഇട്ട് കൊടുക്കണമെന്നറിയോ? കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നല്ല കളറും കൂടെയും കിട്ടും കേട്ടോ. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ ഈ കൂട്ടത്തിൽ. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല ചുവന്ന കളർ വരുവേ. അത്രയും നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അത്രയും നല്ലതാണ്. നന്നായിട്ട് ഇളക്കി ഇതിന്റെ പച്ചമണം ഒക്കെ മാറിപ്പോകുന്ന വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വേറൊരു പാത്രത്തിൽ 2 പുളിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണേ. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വെള്ളം വറ്റാനായിട്ട് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ മുറിച്ച് വെച്ച പീസുകളില്ലേ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ വെള്ളം മൊത്തം പറ്റി പോകണം അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താ സാധനമെന്ന്? അപ്പോൾ മനസ്സിലായവർ മറക്കണ്ട കേട്ടോ കമൻറ്റ് ബോക്സിൽ വേഗം ഇതെന്താന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാലോ എത്ര പേര് ഈ സാധനം കണ്ടിട്ടുണ്ടെന്നും എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്നും. അപ്പോൾ എല്ലാവരും തുടങ്ങല്ലേ, വേഗം കമൻറ്റ് ചെയ്തു ഇതെന്താ സാധനമെന്ന്.